സാമ്പത്തികമായി തകർന്നു നിൽക്കുമ്പോഴും പാകിസ്ഥാൻ ഇന്ത്യയിലാണ് കണ്ണ്. അയോധ്യയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ പരാമർശം ഉണ്ടായിരിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം പൈതൃകത്തെ തകർക്കാനുള്ള ശ്രമവും BJP മോദി നടത്തുന്നുവെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇത് ഈ 2020 ഏറ്റവും വലിയ തമാശയാണ്. സത്യത്തിൽ ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഇച്ചിരിയാണ് വന്നത്. ഇന്നലെ മുതൽ ഇത് ഇച്ചിരി എന്താണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദം ഉണ്ടാക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യയെ സെക്യുലറിസം പഠിപ്പിക്കുന്നു. പാകിസ്ഥാൻ ഇന്ത്യയുടെ പൈതൃകത്തെ തീരുമാനിക്കുന്നു. ഇവർക്ക് എന്താണ് അവകാശം? ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാൻ ഈ പാകിസ്ഥാനാണ് അധികാരം കൊടുത്തത്. അവരവരുടെ കാര്യം നോക്കിയാൽ പോരെ. ഈ മതന്യൂനപക്ഷങ്ങളെക്കുറിച്ച് വലിയ വായിൽ ഇന്നലെ പാകിസ്ഥാൻ്റെ വിദേശ മന്ത്രാലയം പറഞ്ഞു, ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് എന്താണ്, അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ്, അവരുടെ മനസ്സിൽ തീകോരിടുന്നതാണ് ഈ അയോധ്യ എന്ന ധ്വജാരോഹണം എന്നുള്ളതാണ്. ഇവർ മുമ്പ് വിമർശിച്ചു. 2024 പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്തും പാകിസ്ഥാൻ ഇതുപോലെ ഇതിനെ വിമർശിച്ചിരുന്നു. അത് ഒരു പരിധിയോളം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, പാകിസ്ഥാനിൽ ജനിക്കുന്ന സ്ക്രിപ്റ്റ് പ്രാവർത്തികമാക്കാൻ ഇന്ത്യയിൽ ചില ആളുകളുണ്ട്. സ്ക്രിപ്റ്റ് എഴുതുന്നത് പാകിസ്ഥാനിലും അത് പ്രാവർത്തികമാക്കുന്ന ഇന്ത്യയിലുമാണ്. ഇന്നലെ ധ്വജാരോഹണം കഴിഞ്ഞ ഉടൻ തന്നെ പലവിധ വിമർശനങ്ങൾ ഇന്ത്യക്കകത്ത് വന്നു. കോൺഗ്രസ് നേതാക്കളിൽ നിന്ന്, സമാജ്വാദി പാർട്ടിയിൽ നിന്ന്, DMKയിൽ നിന്ന്, ഏതാണ്ട് എല്ലാ പാർട്ടികളിൽ നിന്നും ഇന്നലെ വിമർശനം വന്നു. എന്താ ഒരു വിമർശനം പറഞ്ഞത്? ഒരു സെക്കുലർ രാജ്യമായ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ത്രിവർണ്ണ പതാക ഉയർത്തുന്നതിന് പകരം കാവ്യപതാക ഉയർത്തി എന്നാണ് ഇന്നലെ ഒരു വിമർശനം. ഇവർക്ക് പ്രാഥമിക വിവരം ഇക്കാര്യത്തിലില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ കാവ്യപതാക, ഇവർക്ക് കാവ്യ കാണുമ്പോൾ ഈ ഹാലളവെന്ന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാവ്യ എന്ന് പറയുന്നത് പാരമ്പര്യമായി ഭാരതത്തിലെ ഹിന്ദു സംസ്കാരത്തെ പ്രതികരിക്കുന്ന ഒരു നിറമാണ്. മാത്രമല്ല, ഇന്നലെ അയോധ്യയിൽ ഉയർത്തിയ കൊടി എന്ന് പറയുന്നത് കേവലം ഈ കാവ്യക്കൊടി മാത്രമല്ല. അതിനകത്ത് ഓമുണ്ട്, സൂര്യൻ്റെ ചിഹ്നമുണ്ട്, കോവിതാര വൃക്ഷമുണ്ട്. ഇതെല്ലാം സൂര്യവംശത്തിൻ്റെ പ്രതീകമായിരുന്നതാണ്. ശ്രീരാമചന്ദ്രൻ അയോധ്യ ഭരിച്ചിരുന്ന സമയത്ത് അവരുടെ പരമ്പരയായിട്ടുള്ള ഈ ധർമ്മധ്വജമാണ് ഈ പതാക എന്ന് പറയുന്നത്. അതേ രൂപത്തിലുള്ള പതാകയാണ് അവിടെ ഉയർത്തിയത്. മാത്രമല്ല, ക്ഷേത്രത്തിൽ പതാക അനിവാര്യമാണല്ലോ, എന്നാലും ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നുള്ളൂ. ആ അർത്ഥത്തിലാണ് ഇന്നലെ പ്രധാനമന്ത്രി ചെയ്തത്. എന്തിന് പ്രധാനമന്ത്രി ചെയ്തു എന്നാണ് ചോദ്യം. പ്രധാനമന്ത്രിക്ക് വിശ്വാസം പാടില്ലേ? പാകിസ്ഥാന് അവിടെയുള്ള നേതാക്കൾക്ക് വിശ്വാസമാവാം, ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് വിശ്വാസമാവാം, പക്ഷേ പ്രധാനമന്ത്രി വിശ്വസിക്കുന്നു. പ്രധാനമന്ത്രി സെക്കുലർ ആവണം. ഇതാണ് ഇവരുടെ ഒരു പിന്തുടരുന്നുണ്ടല്ലോ നമ്മുടെ പ്രതിപക്ഷ നേതാവ്. ഇത്രയും നാളായിട്ട് അയോധ്യയിലേക്ക് വന്നിട്ടില്ല. അതെ, പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, ഏത് കോൺഗ്രസ് നേതാക്കളാണ് കൃത്യമായിട്ട് അവിടെ പോയത്? ഇന്നലെ ഫൈസാബാദിലെ MP പരാതി പറഞ്ഞു കേട്ടു, അദ്ദേഹത്തെ വിളിച്ചില്ല, ദളിതനായതുകൊണ്ടാണെന്ന്. ഇത്തരം പൊട്ടത്തരം പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിലെ ജനങ്ങൾ വിവരദോഷികളല്ല. നമ്മുടെ ബഹുമാന്യായ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു അവിടെ ദർശനാർത്ഥി. അവർ ആദിവാസി ഗോത്രവാദത്തിൽപ്പെട്ടതാണ്. ദളിതനായതുകൊണ്ട് ഇയാളെ മാറ്റി നിർത്തിയെന്ന് പറയുന്നു. എത്രയോ ദളിതരായിട്ടുള്ള മന്ത്രിമാരും മറ്റ് പ്രമുഖ വ്യക്തികളും അവിടെ സന്ദർശനം നടത്തിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ പാകിസ്ഥാനിൽ എഴുതുന്ന സ്ക്രിപ്റ്റ് ഇവിടെ പ്രാവർത്തികമാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇനി ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്ന ക്ലാസ് എടുക്കുന്ന പാകിസ്ഥാനിലെ അവസ്ഥ എന്താണെന്നറിയോ? 1947 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ പാകിസ്ഥാനിൽ ഉപയോഗിച്ച് 2 രാജ്യങ്ങളാകുമ്പോൾ അവിടുത്തെ ഹിന്ദുക്കളാണല്ലോ ന്യൂനപക്ഷം. പാകിസ്ഥാനിലെ 20.5% 1947 അവിടുത്തെ ഹിന്ദുക്കളുടെ അവസ്ഥ. ഇപ്പോൾ എത്രയെന്നറിയോ? 1.8%. ബാക്കി അവിടെ പോയി. ഈ 20% എങ്ങനെ 1.8%ലേക്ക് വന്നു? അവരെല്ലാവരും ഇന്ത്യയിൽ വന്നാണോ? അല്ല. കടുത്ത വംശഹത്യ. മുസ്ലിം ഭരണാധികാരികൾ, അവിടെയുള്ള ഈ തീവ്ര മുസ്ലിം സംഘടനകൾ ഹിന്ദു കുടുംബങ്ങൾ കൊള്ളയടിക്കുകയും അതുപോലെ തന്നെ ഹിന്ദു യുവതികളെ ബലാത്സംഗം ചെയ്യുകയും അവരെ ക്രൂരമായി കൊലപ്പെടുത്തുകയും വീട് തീയിടുകയും ചെയ്തിട്ടാണ് ഈ അവസ്ഥയിലേക്ക് അവിടുത്തെ മൈനോറിറ്റി അവസ്ഥ വന്നത്. ഇനി മറ്റൊരു വസ്തുത, ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളില്ലായിരുന്നു പാകിസ്ഥാനിൽ. പഴയ സിന്ധടക്കമുള്ള പ്രദേശങ്ങളിൽ എത്ര ക്ഷേത്രമാണ് ഇപ്പം പാകിസ്ഥാനിലുള്ളത്? ഇവരെല്ലാം തച്ച് പൊളിച്ചില്ലേ? ഇന്ത്യയിൽ എത്ര പള്ളികൾ അവിടെ പൊളിച്ചത്? ഏതെങ്കിലും പള്ളി പൊളിച്ചിട്ടുണ്ടോ? ഇവർ വരുന്ന ബാബരി മസ്ജിദിന് മുന്നേ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം പൊളിച്ചിട്ടാണല്ലോ ഇയാൾ കൊണ്ട് അവിടെ ഈ പള്ളി പണിഞ്ഞു വെച്ചത്. അപ്പോൾ ഇപ്പോഴും അവർ ഈ പറഞ്ഞ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ആയിട്ടില്ല എന്നാണ് വാസ്തവം. മാത്രമല്ല, പാകിസ്ഥാൻ രസകരമായ വേറൊരു വസ്തുത പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? UN-ൽ ഈ പ്രശ്നം ഉന്നയിക്കും എന്നുള്ളതാണ്. ഐക്യരാഷ്ട്രസഭയിൽ. എന്താ ഐക്യരാഷ്ട്രസഭയിൽ ഇവർ പറയാൻ പോകുന്നത്? മുസ്ലിങ്ങളുടെ ഹെറിറ്റേജ്, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ ഹെറിറ്റേജ്, അവരുടെ പൈതൃകം നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് UN ഇടപെടണം എന്നുള്ളതാണ്. UN എന്ത് ചെയ്യാൻ കഴിയും?
ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ് 100%. ഇന്ത്യയുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭാരതത്തിൽ ഞാൻ ഹിന്ദുവിൻ്റെ പാരമ്പര്യമായിട്ട് മറ്റേ ആരുടെയും പാരമ്പര്യം വരുന്നുള്ളൂ. കാര്യം വേദാതി കാലം മുതൽ തന്നെ ഹിന്ദുവിന് പരമ്പരാഗതമായി ഹിന്ദുവിന് അവകാശപ്പെട്ട രാജ്യമാണ് പിന്നെ ഭാരതം എന്ന് പറയുന്നത്. അവർ ഈ പിന്നെന്താണ് ആരും ആവശ്യപ്പെടാതെ ഭരണഘടന എഴുതി വയ്ക്കാതെ തന്നെ മതേതരത്വം പാലിച്ചവരാണ്. ഇന്ദിരാഗാന്ധിയാണല്ലോ ഈ സെക്കുലർ എന്ന് പറഞ്ഞ സാധനം ഈ ഭരണഘടനയിൽ എഴുതി വെച്ചത്. അതിന് മുമ്പ് ഇവിടെ ഏതെങ്കിലും ഭരണഘടന വിരുദ്ധമായ കാര്യം നടന്നിട്ടുണ്ടോ? ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇത് പേപ്പറിൽ എഴുതി വയ്ക്കുന്നതുകൊണ്ടല്ല, അത് പ്രാവർത്തികമാക്കുന്നതിലാണ് കാര്യം. ഓരോ ഹിന്ദുവും, ഭാരതത്തിലെ ഓരോ ഹിന്ദു എന്ന് പറയുന്നത് ആരും ക്ലാസ് എടുക്കാൻ അവർ സ്വയമേ എന്താണ് മതേതരനാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവമുള്ളവരാണ് ഹിന്ദുക്കൾ. ഈ തിരിച്ചറിവ് മറുഭാഗത്തിനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. എന്നിട്ട് പറയുന്നു ഇന്ത്യയിൽ ഈ എന്താണ് ഹെറിറ്റേജ് അല്ല മുസ്ലിങ്ങളുടെ ഹെറിറ്റേജ് നഷ്ടപ്പെടുന്നതാണ്. എന്താണ് ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ ഒരു ചെറിയ വിഭാഗമെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഈ മുസ്ലിം ഹെറിറ്റേജിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലടക്കം നിരന്തരം നടക്കുന്ന സ്ഫോടനങ്ങൾ, കഴിഞ്ഞ കുറേ കാലം നടന്ന ഏറ്റവും അവസാനം ദില്ലിയിൽ നടന്ന സ്ഫോടനങ്ങൾ, ഇവർ ഓരോ ദിവസം കാണിച്ചു കൂട്ടുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ അവരുടെ പൈതൃകമാണോ? അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. പാകിസ്ഥാൻ അവിടുന്ന് ഭീകരവാദികളെ പറഞ്ഞു വിടുന്നു, ആയുധങ്ങൾ കൊടുത്തുവിട്ട് മതം ചോദിച്ച് കൊലപ്പെടുത്തുന്നു, പിന്നെ പാൻഡൂരി പരിശോധിച്ചിട്ട് മുസ്ലിം കൊലപ്പെടുത്തുന്നു. ഇതൊക്കെ അവരുടെ പൈതൃകമാണോ? ഇതാണോ ഇസ്ലാമിൻ്റെ പൈതൃകം? ആ പൈതൃകത്തെ സംരക്ഷിക്കാൻ ഭാരതത്തിന് കഴിയില്ല. ഭാരതത്തിൻ്റെ ഒരു പൈതൃകം എന്ന് പറയുന്നത് പിന്നെ ശ്രീരാമനിൽ അധിഷ്ഠിതമായിട്ടുള്ള രാമരാജ്യം എന്നുള്ള സങ്കല്പമാണ്. അവിടെ എല്ലാവർക്കും തുല്യമായ നീതി, തുല്യമായ അവകാശം, എല്ലാവർക്കും ക്ഷേമം, ഐശ്വര്യം, നല്ല ജീവിതം, ഇതൊക്കെയാണ് ഇന്ത്യ പിന്നെ എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതാണ് ഇന്നലെ പ്രധാനമന്ത്രി സംസാരിച്ചപ്പോഴും പറഞ്ഞത്. കാരണം ഈ ക്ഷേത്രം പൂർത്തിയാവുന്നതിൽ കൂടി പിന്നെ രാജ്യത്തിൻ്റെ ഉയർച്ച വലിയ തരത്തിലേക്ക് മുന്നോട്ട് പോയി 2047 വികസിത രാഷ്ട്രമായി മുന്നേറാനുള്ള ശ്രമത്തിൻ്റെ അടിസ്ഥാനമായി നമുക്കിതിനെ കാണണം എന്നാണ് അദ്ദേഹം ഇന്നലെ പിന്നെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. മാത്രമല്ല, നിങ്ങളെല്ലാവരും ഈ മാനസിക അടിമത്തത്തിൽ നിന്ന് പിന്മാറണം. ആ മനസ്സിൽ നിന്ന് പിന്മാറി രാജ്യത്തിനോട് ഒന്നാമത്തെ താല്പര്യം കാണിക്കണം എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. വേറെ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ടും ശ്രീരാമൻ്റെ പിന്നെ ക്ഷേത്രത്തിൽ ബന്ധപ്പെട്ടിരുമ്പോൾ രാമായണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞിരുന്നു. നല്ലൊരു ക്ലാസിക് പിന്നെ ടോക്കായിരുന്നു പ്രധാനമന്ത്രി രാമായണത്തെക്കുറിച്ച് സംസാരിച്ച്. അത് അറിയുന്നവർക്കത് മനസ്സിലാവും. പക്ഷേ ഇതിലെന്തിനാണ് ഈ പാകിസ്ഥാൻ വീളി പിടിക്കുന്നതാണ് മനസ്സിലാവാത്തത്. പാകിസ്ഥാൻ നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ എന്താണ് അവരവിടെ എന്തെല്ലാം കാര്യങ്ങൾ മതപരമായിട്ട് ചെയ്യുന്നുണ്ട്? ഇന്ത്യ ഇടപെടുന്നുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ ഇതിന് ശക്തമായ മറുപടി ഇന്നലെ നമ്മുടെ വിദേശ മന്ത്രാലയം കൊടുത്തു കഴിഞ്ഞു. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തലയിടാൻ പാകിസ്ഥാൻ വരേണ്ടതില്ല. മാത്രമല്ല, മതേതരത്തെക്കുറിച്ച് നമ്മൾ ക്ലാസ് എടുക്കാൻ പഠിപ്പിക്കാൻ നിങ്ങൾ വരേണ്ടതില്ല എന്ന് ഇന്നലെ ശക്തമായ മറുപടി ഇന്നലെ തന്നെ നമ്മുടെ വിദേശ മന്ത്രാലയം കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് പാകിസ്ഥാൻ ഉൾക്കൊള്ളും എന്നാണ് പ്രതീക്ഷ. അനാവശ്യമായി ചൊറിഞ്ഞ് എന്ത് ചെയ്യുക, ഈ വ്രണം ഉണ്ടാക്കുക എന്ന് പറയില്ലേ, അതിലേക്കാണ് ഈ പാകിസ്ഥാൻ മുന്നേറുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ചേട്ടാ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാകിസ്ഥാന്റെ അജണ്ടകൾ വലിയ രീതിയിൽ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുന്നണികൾ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. അവരിപ്പോഴും ഇതിനെതിരാണ്, ഈ കോൺഗ്രസിന്റെ അയോധ്യക്കെതിരാണല്ലോ. തീർച്ചയായിട്ടും. കാരണം എന്തിനാണ് ഇവരെ ഈ എന്താണ് ബാബറി മസ്ജിദിനെ ഇപ്പോഴും വിടാതെ പിടിച്ചിരിക്കുന്നത്? ബംഗാളിലൊരു ഡിസംബർ 6 ഒരു ബാബറി മസ്ജിദ് ചെയ്യാൻ പോകുന്നത് TMC പറയുന്നുണ്ട്. അതായത് ഈ പ്രത്യക്ഷമായിട്ടുള്ള പ്രീണനമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇവർ രാമനെ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. രാമനെ ടാർഗറ്റ് ചെയ്ത് രാമനെ കുറേ ശ്രീരാമനെ ചീത്ത വിളിച്ചാൽ അപ്പുറത്ത് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുന്നു. ഇതാണ് ഇവിടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് ഓശാന പാടുന്ന കുറേ ആളുകൾ കേരളത്തിലുണ്ട്, കുറേ മീഡിയ പ്രവർത്തകരുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാൻ്റെ പിന്നെ ഈ പ്രതിഷേധം വന്നതിലുടൻ തന്നെ ചില ലുട്ടിയൻ മീഡിയയിൽപ്പെട്ട ചില ആളുകൾ, അർഫ ഖനൂവിനെ പോലുള്ള, സിദ്ധാർത്ഥ വരദരാജനെ പോലുള്ള ആളുകൾ ഇന്നലെ തന്നെ പിന്നെ മോദിക്കെതിരെ അട്ടാസ നടത്താൻ തുടങ്ങി. ആരാണ് മോദിക്കാനുള്ള അവകാശം കൊടുത്തത്? അദ്ദേഹം ത്രിവർണ്ണ പതാകയിൽ ഉയർത്താവൂ. അങ്ങനെ വല്ല റൂളും ഉണ്ട്? ത്രിവർണ്ണ പതാക മാത്രമേ ഉയർത്താവൂ. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹം ഈ പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളും ഭാരതീയരുടെ വിശ്വാസം സംരക്ഷിക്കേണ്ട ബാധ്യത കൂടെ അദ്ദേഹത്തിനുണ്ട്. അതാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിനൊന്നും എവര് കയറി അദ്ദേഹത്തെ ഡിക്റ്റേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് കേരളത്തിലുള്ള ഇസ്ലാമിസ്റ്റുകളായാലും ശരി, ഇന്ത്യയിലുള്ളതായാലും ശരി, ഇവരെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാനായാലും ശരി. അതുകൊണ്ട് അനാവശ്യമായി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവരും ദയവ് ചെയ്ത് ഇന്ത്യയുടെ ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ആത്മീയ കാര്യങ്ങൾ ദയവ് ചെയ്ത് ഇടപെടാതിരിക്കുന്നതാണ് ആ രാജ്യത്തിനും ഇവരെ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിസ്റ്റുകൾക്ക് ഇവിടെയുള്ള ചില മാധ്യമങ്ങൾക്ക് നല്ലത് എന്നാണ് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.